ഒരു ചക്ക വറുക്കലിൻ്റെ കഥ കേട്ടാലോ. അപ്പം ഈ ചക്ക വന്നത് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലി കൊണ്ടു തന്നതാണ് കേട്ടോ. ഒരു 5 വലിയ ചക്ക തന്നെ കൊണ്ടുവന്നു. പക്ഷേ ഈ പിള്ളേരായിട്ട് ചക്ക നന്നാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പച്ചൻ ചക്കയൊക്കെ വെട്ടി തന്ന് ക്ലീൻ ആക്കി തന്നു. അപ്പം ഇത് നന്നാക്കി വറുത്താൽ മാത്രം മതി. അത് എൻ്റെ അമ്മച്ചിരി പണിയാണ് കേട്ടോ. അപ്പോൾ 2 പേര് പ്ലേ സ്കൂളിൽ പോയ കാരണം കൊണ്ട് കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ മേശ മൊത്തം ചക്കമയായി. അവിടെ ചക്ക ഇവിടെ ചക്ക. അമ്മച്ചി കുറച്ച് സ്പീഡായതുകൊണ്ട് അമ്മച്ചി പെട്ടെന്ന് തന്നെ സ്പീഡിൽ നന്നാക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ കട്ടിംഗ് ബോർഡൊക്കെ വേണം. ഞാനും കൂടെ ഒത്തുപിടിച്ചു. നമ്മളെ വിട്ടു കൊടുക്കരുതല്ലോ. ഞാനും അങ്ങനെ നന്നാക്കി. എനിക്ക് വലിയ ഇതൊന്നും ഇല്ലെങ്കിലും എന്നാലും ഞാൻ ഒരുവിധം ശ്രമിച്ചിട്ടോ. അപ്പോൾ അതിനിടയ്ക്കൂടെ കുഞ്ഞൻ എനിക്ക് ഇത്തിരി ചക്ക തന്നു. അവനാണെങ്കിൽ വെറും ഷോ മാത്രമേ ഉള്ളൂ. വായിൽ വെച്ചിട്ട് വെറുതെ തുപ്പിക്കളയാണ്. നല്ല ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂത്ത് നല്ല വറുക്കാൻ പാകത്തിനായി കിട്ടില്ല ചക്കകളായിരുന്നു. അപ്പോൾ ഒരു വലിയ ചക്കയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഫുള്ള് വറുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പം നല്ലോണം തിളച്ച എണ്ണയിലേക്ക് അമ്മച്ചി ഓരോ ട്രിപ്പായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഇന്നത്തെ ചായക്കടി പിന്നെ പറയുക വേണ്ടല്ലോ, ചക്ക തന്നെ. അപ്പോൾ ചക്ക പറയുമ്പോൾ പണ്ടൊക്കെ ചക്ക എന്ന് പറയുന്നത് എന്നും ഒരു വീക്ക്നെസ്സാണ്. എൻ്റെ വീട്ടിൽ കുറേ ചക്ക ഉണ്ടായിരുന്നു. ചക്ക മീൻസ് പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക സീസണായാൽ പിന്നെ ചക്ക ഉപ്പേരി വേണോ, ചക്ക വറുത്തത് വേണോ, ചക്ക പഴുത്തത് വേണോ എന്നുള്ള ഫുൾ ചക്കമയാണ്. അങ്ങനെ ഏകദേശം ഒരു ട്രിപ്പ് സെറ്റായിട്ടുണ്ട് മക്കളെ. അപ്പോൾ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കൂടുതലുണ്ട്. അതാണ് ഞങ്ങൾ സെറ്റാക്കാം, അടുത്ത ട്രിപ്പിൽ സെറ്റാക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഗബ്രുവിന് ഇഷ്ടമായിട്ടോ. ഗബ്രു സൂപ്പറാന്ന് പറഞ്ഞു. ഗബ്രു പറഞ്ഞ പിന്നെ അപ്പേരില്ല. ഇനി ചേട്ടന്മാർ വരുമ്പോൾ ചേട്ടന്മാർക്ക് കൊടുത്ത് അവർക്കും കൂടി ഇഷ്ടമായ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, കാലിയാക്കാൻ തന്നെ. ഇവിടെയുള്ള എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണ് കേട്ടോ ചക്ക വറുത്തത്. പിന്നെ എനിക്ക് പിന്നെ പണ്ടേ ഇഷ്ടമാണല്ലോ നല്ല കറു മുറുന്നിരിക്കുന്ന ചക്ക. ഈ മഴയത്ത് തിന്നാൻ എന്ത് രസമല്ലേ. അപ്പോൾ ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായയും നല്ല ആവി പൊങ്ങണ കട്ടൻ ചായയും അതിനോടൊപ്പം തന്നെ ഈ ചക്ക വറുത്തത് തിന്നുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ തന്നെ അല്ലേ. ഇത് ചുമ്മാ ഞാൻ മഴയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ല മഴയാണെന്ന് വെച്ചാൽ നല്ല മഴ അല്ലേ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് നല്ല മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയും ചക്ക വറുത്തതും കൂട്ടി തിന്നു. പണ്ട് എനിക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ, ചക്ക വറുത്തതെന്നല്ല എന്ത് വറവ് കിട്ടിയാലും ഒന്ന് ചായയിൽ മുക്കി തിന്നാന്ന്. ഇപ്പം എൻ്റെ മുക്കൽ കണ്ടിട്ട് എൻ്റെ മൂത്ത പുത്രനും മുക്കാൻ തുടങ്ങി. അവരും ഇപ്പം എന്ത് കിട്ടിയാലും ചായയിൽ മുക്കി തിന്നും. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ല ചായയും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയാറുണ്ടല്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താ ചായക്ക് സ്പെഷ്യൽ? അത്രേ ഉള്ളൂ. ബൈ.